പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പൊ ദൈവമായിട്ട് ഉടമ്പടിയിലൂടെ ദൈവശക്തി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ബലത്തെക്കുറിച്ച് ചിന്ത വേണം. എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? ഉടമ്പടി ദൈവത്തിൻ്റെ ബലം പ്രാപിക്കാനാണ്. ദൈവത്തിൻ്റെ ബലത്തിൻ്റെ പേരെന്താണ്? കൃപ. കൃപയ്ക്ക് ബൈബിൾ എന്താ പറയണത്? പ്രസാദം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഇപ്പം നമ്മൾ ഈ സങ്കീർത്തനം 89:17 എടുത്തേ. സങ്കീർത്തനം 89:17 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ. 89-ാം സങ്കീർത്തനം 17-ാം തിരുവചനം. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും. അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ്. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കൊമ്പ് ഉയർത്തുന്നത് എങ്ങനെയാണ്? പവർ ഉണ്ടാക്കണത് എങ്ങനെയാണ്? അങ്ങയുടെ പ്രസാദം കൊണ്ടാണ്. നോട്ട് ബ്ലെസ്സിങ്. അതാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം. അങ്ങയുടെ എന്ന് പറഞ്ഞ സങ്കീർത്തനം 89:17 അങ്ങയുടെ പ്രസാദം കൊണ്ടാണ്, അങ്ങയുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ ശക്തി ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ ശക്തിപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഉപരി ശക്തി ധരിക്കണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. കൃപയ്ക്ക് നമ്മൾ എന്താ ചെയ്യണത്? ഇവിടെ അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യും. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ്? അനുഗ്രഹമല്ല, ബ്ലെസ്സിങ്സ് അല്ല. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഇഫക്റ്റാണ്. എന്ത് സംഭവിക്കാം? 6 കാര്യങ്ങളല്ല, ചിലപ്പോൾ 600 കാര്യം സംഭവിക്കും. മനസ്സിലായില്ലേ? 6 കാര്യങ്ങളല്ല, ചിലപ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് ഇട്ടിരിക്കുന്നതാണ്. 600 കാര്യങ്ങൾ സംഭവിക്കും. എന്താ കാര്യം? അത് ഓഫറിങ്ങിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും, ചെയ്യുമെന്ന് പറയണം എൻ്റെ കാര്യം. അപ്പം ഈ അനുഗ്രഹങ്ങൾക്ക് അറുതിയില്ല ശരിക്കും. ഇപ്പം തന്നെ അത് ഏത് അവസ്ഥയിലും നമുക്ക് ആർജിക്കാൻ പറ്റും. നമുക്ക് ഈ മിനിമം ബന്ധം ഉണ്ടായാൽ മതി. ഏത് അനുഗ്രഹവും ഏത് അവസ്ഥയിലും നമുക്ക് ആർജിക്കാം. എന്താണ്? ഈ ബന്ധം ഉണ്ടായാൽ മതി. ഇപ്പം അയാൾ കണ്ണ് കാണാം, അപ്പനും മകനും